സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന്റെ ശക്തനായ നേതാവ് പി ജയരാജന്റെ പേര് നിർദ്ദേശിച്ചതു മുതൽ പലതരത്തിലുള്ള എതിർപ്പുകളാണ് വിവിധ ഇടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും പിന്നിൽ ജയരാജനാണെന്നും ജയരാജനെ എതിർക്കുന്നവരെ ഒരു ദാക്ഷിണ്യവും കൂടാതെ കൊന്നുകളയുമെന്നും എന്തിന് കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഏജന്റ് എന്നുവരെ എതിരാളികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അതേസമയം പി ജയരാജനെതിരായുള്ള കൊലപാതക ആരോപണങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് ടി.പി. ചന്ദ്രശേഖരൻ വധം. പാർട്ടിയെ എതിർത്തു എന്ന പേരിലാണ് ജയരാജൻ ടി.പിയെ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ജയരാജൻ വടകരയിൽ മത്സരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം വടകരയിൽ മത്സരിക്കാൻ ആർ.എം.പി. നേതൃത്വം തീരുമാനിച്ചത്. പിന്നീട് ആർ.എം.പി. മത്സരിക്കുന്നില്ലെന്നും പകരം യു.ഡി.എഫിനെ പിന്തുണയ്ക്കുന്നു എന്ന വാർത്തയും പുറത്തുവന്നു. വടകരയിൽ ജയരാജന്റെ തോൽവി മാത്രമാണ് ലക്ഷ്യമെന്നാണ് ആർ.എം.പി. നേതാക്കളായ കെ രമയും എൻ വേണുവും ഇതിനോട് പ്രതികരിച്ചത്. ആർ.എം.പി. രൂപീകരണത്തിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ മാത്രം ജയരാജന്റെ തോൽവി ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ആർ.എം.പി. സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിയതെന്നും മാത്രമല്ല CPM-മായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. ടി.പിയുടെ കൊലപാതകത്തിൽ ജയരാജനോടുള്ള കടുത്ത എതിർപ്പ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആർ.എം.പിയിൽ നിന്നും വ്യക്തമാകുന്നതും. എന്നാൽ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട വ്യക്തിയെന്ന നിലയിൽ നടക്കുന്ന പ്രചരണങ്ങളെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജയരാജനും CPM-ഉം. വടകരയിൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതു മുതൽ തനിക്കെതിരെ വ്യാപക നുണപ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും ഇത്രയും നാൾ തന്നെക്കുറിച്ച് പറഞ്ഞു നടന്നതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നും ഇനിയെങ്കിലും ജനങ്ങൾ സത്യമറിയണമെന്നും എന്നെ വിമർശിക്കുന്നവർ സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്താനെങ്കിലും വസ്തുത അന്വേഷിക്കണമെന്ന അഭ്യർത്ഥന വയ്ക്കുന്നുവെന്നും ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സത്യമറിയാം. എന്നാൽ ചിലരെങ്കിലും വലതുപക്ഷം നടത്തുന്ന നെറികെട്ട ഇത്തരം കള്ളപ്രചാരണങ്ങളിൽ കുടുങ്ങിപ്പോവരുതെന്നതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ജയരാജൻ ഈ കുറിപ്പിലൂടെ. മാത്രമല്ല ഇത്രനാൾ താൻ പ്രതികരിക്കാതെയിരുന്നതിന്റെ പേരിൽ തനിക്ക് ലഭിച്ച വൃത്തികെട്ട ഇമേജ് മാറ്റിയെടുക്കുന്നതിനായി താൻ അനുഭവിച്ച വേദനയുടെ ചരിത്രവും ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ ജയരാജൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതു മുതൽ എനിക്കെതിരെ വ്യാപകമായ അപവാദ പ്രചാരണമാണ് രാഷ്ട്രീയ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നട്ടാൽ കുരുക്കാത്ത നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. എന്നെ ഇതുവരെ നേരിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്തവർ പോലും എന്നെ അറിയുന്നയാളെന്നോളം നിർലജ്ജം കള്ളം പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം പരവതാനി വിരിച്ചതാവില്ലെന്ന ബോധ്യമുള്ളതിനാൽ ഇതുവരെ ഇതിനൊന്നും ഒരു മറുപടിയും നൽകാൻ ഞാൻ തയ്യാറായിട്ടില്ല. എന്നാൽ എന്നെ വിമർശിക്കുന്നവർ സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്താനെങ്കിലും വസ്തുത അന്വേഷിക്കണമെന്ന അഭ്യർത്ഥന വയ്ക്കുന്നു. വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് സത്യമറിയാം. എന്നാൽ ചിലരെങ്കിലും വലതുപക്ഷം നടത്തുന്ന നെറികെട്ട ഇത്തരം കള്ളപ്രചാരണങ്ങളിൽ കുടുങ്ങിപ്പോവരുതെന്നതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ 47-ാം വയസ്സുവരെ ഞാൻ എഴുതിയത് വലതുകൈ കൊണ്ടാണ്. വലതുകൈക്ക് ഇപ്പോൾ ശക്തിയില്ല. ഇടതുകൈയിൽ പേന പിടിച്ചാണ് ഇപ്പോഴത്തെ എഴുത്ത്. ഇടതുകൈയിലാവട്ടെ 47 വയസ്സുവരെ 5 വിരലുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തള്ളവിരലുണ്ടായിട്ടില്ല. സൂചിപ്പിച്ച വയസ്സുവരെ ഏതൊരാളെയും പോലെ ആരോഗ്യവാനായിരുന്നു ഞാനും. എല്ലാവരെയും പോലെ ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാലിപ്പോൾ അങ്ങനെയല്ലെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 1999-ൽ ഇതുപോലൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ തിരുവോണനാളിലാണ് കിഴക്കേ കതിരൂരിലെ വീട്ടിൽ ഓംകാളി വിളികളുമായെത്തിയ RSS ഭീകര സംഘം എന്നെ വെട്ടിനുറുക്കിയത്. എൻ്റെ ഇടത് കൈയിലെ പെരുവിരൽ അവർ അറുത്തെടുത്തു. വലതുകൈ വെട്ടിപ്പിളർന്നു. എൻ്റെ നട്ടെല്ല് വെട്ടിനുറുക്കി. മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു പോയി. എന്നാൽ എൻ്റെ പാർട്ടി സഖാക്കളും ഭാര്യ യമുനയും അന്ന് പതറാതെ കൂടെ നിന്നതുകൊണ്ട് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിക്കാത്തതിലെ നിരാശ പലവട്ടം അവർ പിന്നീടും പ്രകടമാക്കിയത് നാട് കണ്ടതാണല്ലോ. എൻ്റെ അല്പം ശേഷിയുള്ള കൈയും വെട്ടുമെന്നും ജീവനെടുക്കുമെന്നുമെല്ലാം പിന്നെയും അവർ ആവർത്തിച്ചത് തെളിവു സഹിതം വാർത്തയായതുമാണ്. എൻ്റേതുപോലെ ആഴത്തിൽ ശരീരമാസകലം മുറിവേറ്റ ഒരാൾക്ക് ആൻജിയോപ്ലാസ്റ്റി പോലുള്ള ചികിത്സ എത്രമാത്രം പ്രയാസകരമാണെന്നത് വിമർശിക്കുന്നവർ ഏതെങ്കിലും ഡോക്ടറോട് അന്വേഷിക്കണം. അത്രയേറെ പ്രയാസപ്പെട്ടാണ് ഡോക്ടർ എൻ്റെ ജീവൻ രക്ഷിച്ചത്. അസുഖം വരുന്നത് ആരുടെയും തെറ്റോ കുറ്റമോ അല്ല. എൻ്റെ അസുഖം ബോധ്യപ്പെട്ടിട്ടും ബോധ്യമാവാതെ യാത്ര ചെയ്യാൻ ശാരീരിക അവശത മൂലം സാധിക്കാത്ത സാഹചര്യത്തിലും എന്നെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യിച്ചു. ജില്ലയ്ക്ക് പുറത്തേക്ക് ഇതുവരെ വാഹനം ഓടിച്ചിട്ടില്ലാത്തയാളെ ആംബുലൻസ് ഡ്രൈവറാക്കിയും എൻ്റെ ജീവന് ഭീഷണി തീർക്കാൻ ശ്രമിച്ചു.
UDF സർക്കാർ നിർദ്ദേശപ്രകാരം ഏർപ്പാടാക്കിയ ആ ആംബുലൻസ് ആകട്ടെ അർദ്ധരാത്രി അപകടത്തിൽപ്പെടുകയും ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയുമായിരുന്നു എന്നത് പുറത്തുവന്ന കാര്യമാണ്. എന്റെ സഖാക്കൾ ആംബുലൻസിന് പിറകിൽ മറ്റൊരു വാഹനത്തിൽ ഒപ്പമുണ്ടായതുകൊണ്ട് വിവരം അപ്പോൾ തന്നെ പുറംലോകം അറിയുകയും യാത്രാമധ്യേ തൃശൂരിൽ ചികിത്സ ലഭിക്കുകയും ചെയ്തു. ഓരോ ആശുപത്രികളിലേക്കും ചികിത്സയ്ക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ UDF സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു. എന്നിട്ടും ചിലർ കണ്ണിൽ ചൊറയില്ലാത്ത വിധം അസുഖം വന്നതുപോലും ആക്ഷേപത്തിന് വിഷയമാക്കുന്നു. അത് അവരുടെ സംസ്കാരം എന്നേ കരുതിയുള്ളൂ. വർഗീയ ഫാസിസ്റ്റുകളായ RSSന്റെ കിരാതമായ ആക്രമണത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. ഒരു കാലത്ത് വർഗീയ ഫാസിസ്റ്റുകൾ ആയുധം കൊണ്ടാണ് വേട്ടയാടിയതെങ്കിൽ പിൽക്കാലത്ത് UDF ഗവൺമെന്റ് കേസുകൾ കുടുക്കി തളച്ചിടാനാണ് ശ്രമിച്ചത്. അന്ന് ജീവനെടുക്കാൻ സാധിക്കാത്തവർ ഇന്ന് നുണപ്രചാരണങ്ങളിലൂടെയും കള്ളക്കേസുകളിലൂടെയും തളർത്താൻ സാധിക്കുമോ എന്ന് നിരന്തരം ശ്രമിക്കുകയാണ്. എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചവർ അതിനു ന്യായീകരണമായി പറഞ്ഞിരുന്നത് ജയരാജനാണ് എല്ലാ ആക്രമണങ്ങളുടെയും സൂത്രധാരൻ എന്നാണ്. ഈ RSS പ്രചാരണം ഇന്ന് കോൺഗ്രസും ലീഗും ഏറ്റെടുത്തിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രം. ഇടതുപക്ഷ വിരുദ്ധരാകെ എന്നെ ഗൂഢാലോചനക്കാരനായി ചിത്രീകരിക്കുകയാണ്. എൻ്റെ 45 വർഷത്തെ പൊതുജീവിതം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന പുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകരിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് അന്നത്തെ പാർട്ടി നേതാക്കൾക്കെതിരായി പെഷവാർ, കാൺപൂർ, മീററ്റ് ഗൂഢാലോചന കേസുകൾ ചുമത്തിയത്. ഇന്ന് CPIMനെ തകർക്കാൻ RSSന്റെ ആസൂത്രണത്തിലാണ് ഗൂഢാലോചന കേസുകൾ ചാർജ് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് യാതൊരു തെളിവും ഇല്ലാതെ ഒരു കേസിൽ എന്നെ പ്രതി ചേർത്തത്. രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ കള്ളക്കേസുകളിൽ നിന്ന് രാജ്യത്തെ നീതിന്യായ സംവിധാനം എന്നെ കുറ്റവിമുക്തനാക്കുമെന്ന ഉറച്ച ബോധ്യമുണ്ട്. വർഗീയ ഫാസിസ്റ്റുകളുടെ കിരാതമായ ആക്രമണത്തിന് ഇരയായ എന്നെക്കുറിച്ചാണ് നട്ടാൽ കുരുക്കാത്ത നുണകൾ രാഷ്ട്രീയ വൈരാഗ്യം മൂലം ചിലർ പ്രചരിപ്പിക്കുന്നത്. ചെങ്കൊടി പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചത് ആക്രമിക്കാനല്ല, ഏവരെയും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാനാണ്. അതുകൊണ്ടുകൂടിയാണ് BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നുമെല്ലാം ശരിയായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ചെങ്കൊടിക്ക് കീഴിലേക്ക് അണിനിരക്കാനെത്തുന്നവരെ എനിക്കുൾപ്പെടെ സ്വീകരിക്കാൻ കഴിയുന്നത്. വർഗീയ ഫാസിസ്റ്റുകൾ ഇരുട്ടുപരത്തുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ കോൺഗ്രസുകാർ പടിപടിയായി BJP ആകുന്ന ഈ കാലത്ത് BJPയെ നേരിടാൻ ഇടതുപക്ഷമാണ് ശരിയെന്ന് ന്യൂനപക്ഷ ജനതയുൾപ്പെടെ എല്ലാവരും തിരിച്ചറിയുന്നുമുണ്ട്. ചില പഴയകാല കോൺഗ്രസുകാരും മതനിരപേക്ഷത അപകടപ്പെടുത്തുന്നതിൽ വലിയ ആശങ്ക പങ്കുവച്ചിട്ടുമുണ്ട്. ഇവിടെ പരാജയഭീതിയിലായ UDFും BJPയും ചേർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ജനകീയ കോടതിക്ക് മുൻപിൽ ഈ വസ്തുതകൾ ഞാൻ അവതരിപ്പിക്കും. കോൺഗ്രസും BJPയും എന്തൊക്കെ കള്ളപ്രചാരണങ്ങൾ നടത്തിയാലും അതെല്ലാം വോട്ടർമാർ പരിഹസിച്ച് തള്ളും. വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ LDFനൊപ്പമാണ്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.